കരാത്തയുടെയും കുഫുവിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഞ്ച് ആൻഡ് കിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കരാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കൈ എന്നാണ്, കുഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിൽ എന്നാണ്. കരാത്തയിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എലിഫന്റ് സ്റ്റാൻസിൽ ഇരുന്നാണ് ഞാൻ പഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ഹിയ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും കരാത്തയിൽ ചെയ്യുന്നത്. അത് നമ്മുടെ പവർ ഉള്ളിലേക്ക് വരാൻ അതിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൗണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തത് എലിഫന്റ് സ്റ്റാൻസ് ഇരുന്നാണ് പഞ്ച് ചെയ്തത്. അതുപോലെ കരാത്തയിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പഞ്ച് വരുന്നത്. നമ്മൾ ഈ ഒരു ടേൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വെക്കുന്നതിലും കൂടുതൽ പഞ്ചായിരിക്കും. ഈ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് നമ്മൾ പഞ്ച് ചെയ്യാന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടി പവർ ആയിരിക്കും. അതിനു വേണ്ടിയാണ് കരാത്തയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാൻ കാണിച്ചത് എലിഫന്റ് സ്റ്റാൻസ് ഇരുന്നാണ്. ഇപ്പോൾ ഹോഴ്സ് സ്റ്റാൻസിൽ ഇരുന്ന് കാണിക്കാം. ഹോഴ്സ് സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് കയറ്റി വെച്ച് അത് നേരെ വെച്ച് മറ്റേ കാല് സൈഡിലോട്ടായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കരാത്തയിലുള്ള പഞ്ച് എന്ന് പറയുന്നത്. ഇനി കുംഫുവിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഞാൻ പഠിച്ചിരുന്ന കുംഫുവിൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വിരലുകൾ ഇവിടുത്തെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കൊണ്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്.